നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് കലയരങ്ങിൻ്റെ ദിവസമായതുകൊണ്ട് ഒരു സാഹിത്യ സൃഷ്ടിയാണ് പറയുന്നത്. ഒരു പ്രത്യേക മനോഹരമായൊരു ശ്ലോകം, ഒരു സംസ്കൃത ശ്ലോകമാണ്. വെരി സിമ്പിൾ, പക്ഷെ അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ശ്ലോകം പറയുന്നത്. ഈ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരർത്ഥം, അതല്ലാതെ കണ്ടൊരു വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ, ഒളിച്ചിരിക്കുന്ന ഒരർത്ഥം. അതുകൊണ്ടാണ് ഈ ശ്ലോകം പറയുന്നത്. ഈ ശ്ലോകം ഒറ്റ ശ്ലോകങ്ങൾ എന്ന് പറയും, മുക്തകങ്ങൾ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളൊരു ശ്ലോകമാണ്. ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത് രാമപുരത്ത് വാര്യർ, നമ്മുടെ അസ്മാദിയാണേ. രാമപുരത്ത് വാര്യർ എന്ന സാഹിത്യകാരൻ, വാര്യർ സമുദായത്തിൻ്റെ അഭിമാനം, സ്വകാര്യ സമ്പാദ്യമാണ് അദ്ദേഹം. നമ്മുടെ അഹങ്കാരമായ രാമപുരത്ത് വാര്യർ, ഉണ്ണായി വാര്യർ എന്നൊക്കെ പറയില്ലേ, ആ രാമപുരത്ത് വാര്യർ എഴുതിയ വഞ്ചിപ്പാട്ട് എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ കവിയാണ് കേട്ടോ രാമപുരത്ത് വാര്യർ. മാർത്താണ്ഡവർമ്മയുടെ സമകാലികനായിരുന്നു എന്നൊക്കെയാണ് പറയണേ. ഒരു ദിവസം അദ്ദേഹം വള്ളത്തിൽ രാജാവ് ഒരുമിച്ച് വരുമ്പോൾ വള്ളക്കാർക്ക് തുഴയുന്നതിനൊരായം കിട്ടാൻ വേണ്ടി വരൊരു പാട്ടം കൊണ്ട് പാടികളയാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പാടിയ കുചേലവൃത്തം കഥ വഞ്ചിപ്പാട്ട് രീതിയിൽ പാടിയെന്നും അതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടെന്നും ഒക്കെയാണ് ഐതിഹ്യ കഥ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ട ഒരു ഓർമ്മയാണ് കേട്ടോ ഇതൊക്കെ. അതിലുള്ള ഒന്ന് രണ്ട് വരികൾ എനിക്ക് ഓർമ്മയുണ്ട്. ആഴിമകളൊരു മീച്ചോരു കട്ടിന്മേലന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും. അങ്ങനെ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഏഴാം മാളികയുടെ മുകളിൽ ഒരു സപ്രമഞ്ചക്കട്ടിലെ രുക്മിണി ഒരുമിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താഴെ ദൂരെ നിന്നിങ്ങനെ കുചേലനാണെന്നൊന്നും മനസ്സിലായില്ല. വളരെ പടച്ച ഒരാളിങ്ങനെ പതുക്കെ നടന്ന് തൻ്റെ ആ കൊട്ടാരത്തെ അഭിമുഖമാക്കിക്കൊണ്ട് നടന്നു വരുന്നതായി കണ്ടപ്പോൾ ഇദ്ദേഹം ആരാതെന്ന് വിചാരിച്ചു ഇവിടെ നോക്കിയപ്പോൾ ദൂരെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. വയസ്സിൽ പറഞ്ഞ കൂട്ടുകാരൻ, ചങ്ങാതി, സുഹൃത്ത്, ഒരേ ക്ലാസ്മേറ്റ് എന്നൊക്കെ പറയുന്നതാണ്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും കുചേലനൊക്കെ ഒരുമിച്ച് ഗുരുകുലവാസം നടത്തി വിദ്യ അഭ്യസിച്ചിട്ടുള്ളത്. ആ സമയത്ത് കൂട്ടുകാരനായിരുന്ന ആ സുജേലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സുധാമാവ് എന്ന പേര്. ആ സുധാമാവാണ് ഈ നടന്നു വരണത് എന്ന് മനസ്സിലായി. വേഗം അദ്ദേഹം മുകളിൽ നിന്ന് ചടുപിടുപിടുന്ന ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ചു. അതൊക്കെ കുചേലവൃത്തം കഥ. അങ്ങനെ അദ്ദേഹം എഴുതിയ രാമപുരത്ത് വാര്യർ എഴുതിയ ഇതിലൊരു ഇതുണ്ട്. ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടുള്ള ഒരു സന്ദർഭമാണ്. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരാണിഞ്ഞു. രണ്ട് വിധത്തിലാകാം കണ്ണുനീര്. ഒരുപാട് കാലം കൂടി തൻ്റെ ചങ്ങാതിയെ കണ്ടതുകൊണ്ടാകാം, ഇല്ലെങ്കിൽ ചങ്ങാതിയുടെ ആ ദയനീയ രൂപം കണ്ടതുകൊണ്ടുമാകാം. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ശ്രീകൃഷ്ണൻ എന്ന് പറയണ്ട. എന്നെ പഠിപ്പിച്ച അധ്യാപിക ഭഗവാൻ കൃഷ്ണൻ കരയുന്നൊരു സന്ദർഭം ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയണത്, പറഞ്ഞു തന്നത്. രാമപുരത്ത് വാര്യരുടെ മനോഹരമായ ആ ഒറ്റ ശ്ലോകത്തിലേക്ക് വരാം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വാര്യങ്ങളിലൊക്കെ ഒരു ദാരിദ്ര്യമല്ലേ, പഴയൊരു കെട്ടിടത്തിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. വാരിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. പഴയ കെട്ടിടം, ഒരുപാട് പഴക്കമുള്ള ഒരു കെട്ടിടം, അതിനകത്താണ് താമസം. അടുത്തുള്ള ക്ഷേത്രത്തിൽ കഴകാണ്. അതാണ് ജീവിതത്തിനുള്ള ആകെ ഒരു വൃത്തി. സാമ്പത്തികമൊന്നുമില്ല, കാശിനൊന്നും ഒരു വശമില്ല. മഹാരാജാവിനോട് ഓടിച്ചെന്നിട്ട് ഇത്തിരി കാശ് തരാൻ പറഞ്ഞാൽ പറ്റുമോ? അതും പറ്റില്ല. അപ്പം എന്താ, ഇതുപോലുള്ള ചില ഉള്ളവരെ, അതായത് കവിത വാസന ഉള്ളവരെ കവിതയൊക്കെ എഴുതിയിട്ട് മഹാരാജാവിന് സമർപ്പിക്കും. അദ്ദേഹത്തിന് അത് വായിച്ച് ഇഷ്ടപ്പെട്ട ഒരു പണക്കിഴിയെ കിട്ടുക, പല നഷ്ടമുണ്ടോ? കുഞ്ചൻ നമ്പ്യാരെ ദീപസ്തംഭം മഹാശ്ചര്യം എന്നങ്ങോട്ട് പറഞ്ഞ് പണക്കിഴി മേടിച്ചാളാണ്. അതേപോലെ ഈ രാമപുരത്ത് വാര്യർ ഒരു ശ്ലോകം എഴുതി മഹാരാജാവിന് അങ്ങോട്ട് കാഴ്ചവെച്ചു. ആ കാഴ്ചവെച്ച ശ്ലോകമാണ് പറയാതെ പറയുക, നോവാതെ തല്ല എന്നൊക്കെ പറയുന്ന പോലെ തൻ്റെ ദാരിദ്ര്യ അദ്ദേഹത്തെ അങ്ങോട്ട് അറിയിക്കാൻ വേണ്ടി എഴുതിയ ഒരു ശ്ലോകം. കേട്ടോളൂ.
മഹീപതേ. മഹി എന്ന് പറഞ്ഞ ഭൂമി, മഹീപതേ ഭൂമിയുടെ പതി, അതായത് ഭർത്താവ് എന്നുള്ളൊരർത്ഥം എന്ന് വെച്ചാൽ രാജാവേ. മഹീപതി ഭാഗവതോപമാനം, ഭാഗവതത്തിൻ്റെതുപോലെ. ഭാഗവതം എന്ന് പറയണത് എന്താ? മഹാപുരാണം. മഹാപുരാണമല്ല, 18 പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് ഭാഗവതം. ഒരുപാട് പഴക്കമുള്ളതാണ് കേട്ടോ ഈ പുരാണം. ഇന്നലെ മിനിയാന്നൊന്നും ആരും എഴുതിയിട്ടുണ്ടാക്കിയതൊന്നുമല്ല. വളരെ പണ്ട് കാലത്തെ തന്നെ ഭഗവാന്റെ 10 അവതാരങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായ വിധത്തിൽ വിവരിക്കുന്നൊരു പുസ്തകമാണ് ഭാഗവത പുരാണം. അപ്പോൾ ഇവിടെ നിന്ന് മഹീപതി ഭാഗവതോപമാനം മഹാപുരാണം, ആ മഹാഭാഗവതം എന്ന് പറയുന്ന മഹാപുരാണം. ഭവനം മദീയം, എൻ്റെ മദീയം എന്ന് വെച്ചാൽ എൻ്റെ ഭവനം പോലെ തന്നെയാണ്. എന്താ ഭവനം എന്ന് വെച്ചാൽ അതേപോലെ പഴക്കമുണ്ട്. എൻ്റെ ഭവനത്തിന് ഭാഗവതത്തിൻ്റെ അത്ര പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴകി രവിച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു ഭവനത്തിലാണ് എൻ്റെ താമസം എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ? നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം. ഇനിയിപ്പോൾ അതൊന്നും നോക്കുന്നവർക്ക്, ഭാഗവതം നോക്കുമ്പോൾ എന്താ? ജീവിതത്തിലെ സുഖങ്ങളും ലൗകിക സുഖങ്ങളിലൊക്കെ മടുപ്പ് തോന്നി വിരക്തി തോന്നാൻ വേണ്ടി, ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി, ഭക്തി ഉണ്ടാകാൻ വേണ്ടിയാണ് ഭാഗവതം വായിക്കുന്നതും ശ്രമിക്കുന്നതും. എൻ്റെ ഭവനം അതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി എൻ്റെ ഭവനത്തിലേക്ക് ആരെങ്കിലും നോക്കിയാൽ എന്താ ഉണ്ടാവുക? ഓ, ഇതാ ഇവിടെയോ ഈ വാര്യ താമസിക്കണ? ഇതൊരു വാര്യയോ? ഇവിടെയാണോ താമസം? ഇതിപ്പോൾ എപ്പോഴാണ് പടച്ച് വീഴുകയെന്നറിയില്ലല്ലോ. അത്രയ്ക്ക് പഴക്കമുള്ളതാണ് എൻ്റെ ഭവനം. ഭവനം മദീയം, എൻ്റെ ഭവനം അങ്ങനെ തന്നെയാണ്. നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാവും. ഇത് നോക്കുന്നവർക്കൊക്കെ വിരക്തി ഉണ്ടാവും. ഭാഗവതം വായിച്ചാലും ജീവിതത്തോട് വിരക്തി ഉണ്ടാവും. എൻ്റെ ഭവനം കണ്ടാലും മനുഷ്യർക്ക് ജീവിതത്തോട് ഇവിടെ കിടന്ന് ജീവിക്കണാലും ഭേദം ജീവിക്കണ്ടില്ല എന്നുള്ള വിരക്തി ഉണ്ടാകും. അർത്ഥങ്ങളിൽ എന്നൊരു ഭേദമുണ്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അർത്ഥങ്ങളിൽ എന്നൊരു ഭേദമുണ്ട്. ഭാഗവതത്തിന് നല്ലതുപോലെ അർത്ഥങ്ങളുണ്ട്, സാരങ്ങളുണ്ട്, പൊരുളുകളുണ്ട്, സദ്ഗുണങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ പറയുന്നു, ഒരുപാട് നന്മകളെ പറ്റി പറയുന്ന ഒരു മഹാപുരാണമാണ് ഭാഗവതം. അവിടെ അർത്ഥങ്ങളുണ്ട്, സാരങ്ങളുണ്ട്, പൊരുളുകളുണ്ട്, ഗുണമേന്മയുണ്ട് അതിന്. എന്നാൽ എൻ്റെ ഭവനത്തിലോ അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ സാരം എന്താ? അതിൻ്റെ പൊരുളെന്താ? ഒരു വക കാശുമില്ല കുടുംബത്തിൽ. ധനസ്ഥിതി വളരെ കഷ്ടം, ദാരിദ്ര്യമാണ് എൻ്റെ ഭവനത്തിൽ എന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്, കാശിനൊരു വശവും ഇല്ല എന്ന് മഹാരാജാവിനെ പറയാതെ പറഞ്ഞു, അറിയാതെ അറിയിച്ചു. അതാണ് ഈ ശ്ലോകത്തിലൂടെ രാമപുരത്ത് വാര്യർ ചെയ്തത്. ശ്ലോകം ഞാൻ ഒന്നുകൂടെ പറയാം. മഹീപതി ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയം. നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം. അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. ഭാഗവതം പോലെ വളരെ പഴയ ഒരു മഹാപുരാണമായ ഭാഗവതം പോലെ ഒരുപാട് പഴക്കമുള്ളതാണ് എൻ്റെ ഭവനം. ഭാഗവതം വായിച്ചാൽ അതിൽ ഒരുപാട് നന്മകൾ കാണാനുണ്ട്. എന്നാൽ എൻ്റെ ഭവനത്തിലാകട്ടെ ഒരു നന്മയില്ല, മാത്രമല്ല ജീവിതം മടുത്തു പോകും. അർത്ഥങ്ങളില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താ അർത്ഥങ്ങളില്ലാന്ന് വെച്ചാൽ ഭാഗവതത്തിൽ ഒരുപാട് അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എൻ്റെ ഭവനത്തിൽ അതില്ല, അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ധനം തീരെ ഇല്ല. കഷ്ടസ്ഥിതിയാണ്, ദാരിദ്ര്യ ദുഃഖമാണ് ഞാൻ അനുഭവിക്കണേ എന്ന് മഹാരാജാവിനെ ഈ ശ്ലോകത്തിലൂടെ അറിയിച്ചു. ഈ ശ്ലോകം മഹാരാജാവിനെ എഴുതി സമർപ്പിച്ചുവെന്നും അദ്ദേഹത്തിന് തിരുവിതാംകൂർ മഹാരാജാവ് ഒരു പണക്കിഴിയൊക്കെ സമ്മാനിച്ചു എന്നൊക്കെയാണ് കഥ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ സാഹിത്യ ഉപാസന. രാമപുരത്ത് വാര്യരുടെ
കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ നദോന്നത വൃത്തത്തിലാണ് മുഴുവൻ. ആ വഞ്ചിപ്പാട്ട് രീതിയിൽ എഴുതിയിട്ടുള്ള കുചേലവൃത്തം പുസ്തകം എഴുതിയ രാമപുരത്ത് വാര്യർ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒറ്റ ശ്ലോകമാണ് ഈ ഒറ്റ ശ്ലോകം. മഹാരാജാവിനോട് ധനം അല്പം ദക്ഷിണയായിട്ട് വാങ്ങിക്കണം എന്നുള്ളൊരു മോഹത്തോടെ എഴുതി സമർപ്പിച്ച ശ്ലോകമാണ്. നല്ലൊരു തുക മേടിച്ചു. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഇത്തിരി ആശ്വാസമൊക്കെ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ശ്ലോകം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകാം, പലർക്കും അറിയാമായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അർത്ഥം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഒന്ന് ഓർത്തെടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിർത്തട്ടെ. എല്ലാവർക്കും ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.